ഒരിക്കൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു, മഹദിക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന, ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മ എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഓർമ്മ, അനുഭവം, അത് എൻ്റെ ഹബീബ്, എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രണയഭാജനം എൻ്റെ വീട്ടിൽ എൻ്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് വഫാത്തായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കറാത്തിൽ എൻ്റെ മടിയിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ റൂമിലേക്ക് എൻ്റെ സഹോദരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അറബികൾ സാധാരണഗതിയിൽ മിസ്വാക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അറാക്ക് എന്ന് പറയുന്ന ഒരു മരത്തണ്ട് ഉണ്ടായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് വലിയ ആഗ്രഹത്തോടു കൂടി നോക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാനത് അബ്ദുറഹ്മാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പ്രവാചകന് അത് ഉപയോഗിച്ചുകൊണ്ട് ദന്തശുദ്ധീകരണം വരുത്താൻ ശ്രമിച്ചു. അത് അല്പം പരുപരുത്ത കമ്പിൻ കഷണമായിരുന്നു. ഞാൻ എൻ്റെ ചുണ്ടും മോണയും പല്ലും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനൊന്ന് മൃദുലപ്പെടുത്തി. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ദന്തശുദ്ധീകരണം വരുത്തി കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാത്രം ഉണ്ടായിരുന്നു. പ്രവാചകൻ ആ പാത്രത്തിൽ കൈയിട്ടു, വെള്ളം കൊണ്ട് മുഖത്ത് തടവി, കൈ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി അല്ലാഹുമ്മ ഇല റഫീഖിൽ അഅ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിന് ശേഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ദുഃഖത്തിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ എനിക്കിന്നും സന്തോഷം നൽകുന്ന, ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മ സമ്മാനിച്ചാണ് പ്രവാചകൻ എന്നോട് വിട പറഞ്ഞത്. എൻ്റെ വീട്ടിൽ എൻ്റെ മടിയിൽ തലചായ്ച്ച് പ്രവാചകൻ വിട പറയുമ്പോൾ, യാത്രയാകുമ്പോൾ പ്രവാചകൻ്റെ വായിൻ്റെ അകത്തുള്ള ഉമിനീര് പോലും എൻ്റെ ഉമിനീരായിരുന്നു. മരണപ്പെട്ടു പോയ ഒരു ഭർത്താവിനോടുള്ള, ഒരു ഭാര്യയുടെ അടക്കാനാവാത്ത പ്രണയം, സ്നേഹം, മഹബത്ത്, അതാണ് ശരിക്കും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വാക്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹയും നബി തങ്ങളുള്ള വിവാഹം, ദാമ്പത്യ ജീവിതം എല്ലാം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വലിയ സംവാദ ചർച്ചാ വിഷയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായവും മറ്റൊക്കെ. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് അവർ ജീവിച്ചു തീർത്ത സുന്ദരമായ പ്രണയം നിറഞ്ഞ, സ്നേഹവും ഇഷ്കും എല്ലാം നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു അസൂയയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ.